ഒളിവിലും തെളിവിലുമായി ജീവിതം നയിക്കുന്നയാൾ രാഹുൽ ഭാവി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞവരുടെ മാനസിക നില പരിശോധിക്കണമെന്ന് എം.വി. ഗോവിന്ദൻ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയൽ താൽക്കാലികമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ LDF കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പത്രികയുടെ പ്രകാശനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ. തുടർച്ചയായി കേസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒളിവിലും തെളിവിലുമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന അപൂർവമാളായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും. രാഹുലിനെതിരെ രംഗത്ത് വന്ന സ്ത്രീയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസിന്റെ തണലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം നയിക്കുന്നത്. കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാണ് രാഹുൽ എന്ന് പറഞ്ഞവരുടെ മാനസിക നില പരിശോധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമില്ലെങ്കിലും UDFന് തിരിച്ചടി ഉറപ്പാണ്. UDF പ്രതിസന്ധിയിലാണ്. കോൺഗ്രസിൽ 2 വിഭാഗമുണ്ട്. രാഹുലിന്റെ ഒപ്പം നിൽക്കുന്ന ക്രിമിനൽ സംഘവും ഇതൊന്നുമല്ലാത്ത ശുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. പൂർണ്ണമായും വാദം കേൾക്കാതെ ഒരാളും അറസ്റ്റ് ചെയ്യപ്പെടരുതെന്നും കോടതിക്ക് മുൻവിധിയില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്ന് രാഹുൽ ഹർജിയിൽ അംഗീകരിക്കുന്നു എന്ന കാര്യവും കോടതി പരാമർശിച്ചു. തുടർന്നാണ് ഹൈക്കോടതി മുൻപാകെ വന്നിട്ടുള്ള അപേക്ഷയിൽ വാദം കേട്ട് തീരുമാനമെടുക്കാമെന്നും അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും ജസ്റ്റിസ് K. ബാബു നിർദ്ദേശിച്ചത്. അറസ്റ്റ് തടഞ്ഞതിനെ പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും വിശദമായി വാദം കേൾക്കാമെന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. കോടതിക്ക് മുൻപാകെ ജാമ്യാപേക്ഷ നിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നത് ഒരു സാധാരണ നടപടിക്രമമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ പറഞ്ഞു. അവർക്ക് ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ടിട്ട് പോരെ എന്നാണ് കോടതി ചോദിച്ചത്. 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞു. എന്നാൽ അന്വേഷണം തടയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കോടതി എപ്പോൾ ഹാജരാകാൻ പറഞ്ഞാലും ഹാജരായിരിക്കും. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ധൈര്യമായി തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. പിന്നെയല്ലേ തെളിവ് ചോദിക്കൂ. കേസെടുത്തപ്പോൾ മുതൽ സെഷൻസ് കോടതി മുൻപാകെയുണ്ട്. ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടില്ല. കോടതിയോ അന്വേഷണ ഉദ്യോഗസ്ഥനോ ഹാജരാകാൻ പറഞ്ഞാൽ ഹാജരാകുമെന്നും രാജീവ് പറഞ്ഞു.